ചീയപ്പാറയും വാളയാറും തുടങ്ങി പേര് കേട്ടതും പേര് കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലുമുണ്ട്. ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത ചെറുതല്ല. എന്നാൽ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും ശോഷിച്ചു കഴിഞ്ഞു. പേരിന് പോലും ഒരു അടയാളം ബാക്കി വെക്കാതെയാണ് പല വെള്ളച്ചാട്ടങ്ങളും അപ്രത്യക്ഷമായത്. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാണ്. മഴക്കാലമാകുമ്പോൾ തന്നെ ഇവിടെ തോട് നിറച്ച് വെള്ളവും ഇതൊക്കെ ഉള്ള ഒത്തിരി ധാരാളം ആൾക്കാർ കാണാനും വരും കുളിക്കാനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വേനൽ പകുതിയായപ്പോൾ തന്നെ ഇത്രയും വെള്ളം പറ്റി. ഇപ്പോഴും ധാരാളം വണ്ടി കഴുകാനും ഇതിനൊക്കെ ആൾക്കാർ ഇപ്പോഴും കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചുവടും വേനൽ കൂടുമ്പോഴത്തേനും വെള്ളം പറ്റാൻ സാധ്യത. ജലസമൃദ്ധിയുടെ ഓർമ്മകളിലെത്തി വരണ്ടു കിടക്കുന്ന പാറയിടുക്കുകൾ കണ്ട് നിരാശരായി മടങ്ങുന്ന സഞ്ചാരികളെ ഒട്ടുമിക്ക ഇടങ്ങളിലും കാണാം. വെള്ളം പൂർണ്ണമായി വറ്റി വരണ്ട് സഞ്ചാരികൾ കൈയൊഴിഞ്ഞതോടെ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. വരുമാനത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി ഇവർ പറയുന്നു. വഴിയോര വിൽപ്പന നടത്തിയിരുന്ന ചിലർ കച്ചവടം നിർത്തി മറ്റ് ജോലികൾക്ക് പോയി കഴിഞ്ഞു. ഇനിയും പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളാണ് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് അല്പമെങ്കിലും ആശ്വാസമാകുന്നത്. വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും സൗകര്യമുള്ളിടത്ത് യഥേഷ്ടം ഇറങ്ങി കുളിച്ചും സമയം ചെലവഴിച്ചും ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് സഞ്ചാരികൾ മടങ്ങുന്നത്. അയൽ ജില്ലകളെ അപേക്ഷിച്ച് പകൽ ചൂടിന് ഇടുക്കിയിൽ കുറവുണ്ട്. രാത്രികാലത്ത് അന്തരീക്ഷ താപനില താഴുന്നത് ആശ്വാസകരമാണ്. വലിയ തിരക്കില്ലെങ്കിലും ഇടുക്കിയിൽ എപ്പോഴും എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിതു തന്നെ. വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പ് നീണ്ടാൽ പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങൾക്കും കൂടുതൽ ശോഷിക്കുന്ന സ്ഥിതിയുണ്ടാകും. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം